പകർച്ചവ്യാധി പ്രതിരോധത്തിന് നല്ല തുടക്കം എന്ന പേരിൽ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളും ശുചീകരിക്കും. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ അണുവിമുക്തമാക്കും. ആരോഗ്യ പ്രവർത്തകർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ, NSS വോളണ്ടിയർമാർ എന്നിവരുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് പദ്ധതി. MG പ്രദേശിന്റെ വിശദാംശങ്ങൾ നൽകാൻ. MG പ്രദേശ്, നല്ല തുടക്കം മാത്രം പോരാ, നല്ല തുടർച്ചയും വേണം. എങ്ങനെയാണ് പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്? ശ്രുതി, സംസ്ഥാനത്തെ കാലവർഷം എത്തുന്നതോടെ പകർച്ചവ്യാധികളുടെ വ്യാപനം ഉണ്ടാകും എന്നുള്ള ഒരു മുൻകരുതലാണ് ആരോഗ്യവകുപ്പുള്ളത്. ഇതിന്റെ കൂടി ഭാഗമായാണ് ഈ ശുചീകരണ പരിപാടികൾ ആശുപത്രികളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നല്ല തുടക്കം എന്ന പേരിൽ ഒരു ശുചീകരണ യജ്ഞമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളും ശുചിയാക്കാൻ, അണുവിമുക്തമാക്കാനാണ് നിലവിൽ സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർവഹിക്കും. പ്രധാനമായും വിദ്യാർത്ഥികളെയും NSS വോളണ്ടിയർമാരെയും തദ്ദേശ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അവരുമായി സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശുചീകരണ പരിപാടികൾ നടക്കുന്നത്. ഈ പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ പടരാനുള്ള ഒരു സാഹചര്യമുള്ളത് ആശുപത്രികളാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ അണുവിമുക്തമാക്കാനുള്ള തീരുമാനം നേരത്തെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശുചീകരണ പരിപാടികൾ തുടരും. അതിനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന വ്യാപകമായി എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത്.